സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതായി പരാതി. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടെ തിരുവനന്തപുരം ജില്ലയിലെ 200-ലധികം സ്വകാര്യ ബസ് സർവീസുകൾ കനത്ത സാമ്പത്തിക നഷ്ടത്തിലായതായി ബസ് ഉടമകൾ വ്യക്തമാക്കുന്നു. പ്രതിസന്ധി തുടർന്നാൽ ഓണത്തിനു ശേഷം സർവീസുകൾ നിർത്തേണ്ടി വരുമെന്നാണ് ബസ് ഉടമകളുടെ മുന്നറിയിപ്പ്. ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് വർക്കല, ചിറയൻകീഴ്, കടയ്ക്കാവൂർ, വെഞ്ഞാറമൂട്, കിളിമാനൂർ, കടയ്ക്കൽ, നിറമേൽ, പാരിപ്പള്ളി മേഖലകളിൽ സർവീസ് നടത്തുന്ന 200-ലധികം സ്വകാര്യ ബസ്സുകളാണ് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത്. KSRTCയുടെ പ്രിയദർശിനി ബസ്സുകൾ ഈ മേഖലകളിൽ വ്യാപകമായി സർവീസ് നടത്തുന്നതിനാൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർ ഗണ്യമായി കുറഞ്ഞെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. ഡീസൽ അടിക്കാനും ജീവനക്കാർക്ക് ശമ്പളം നൽകാനുമുള്ള വരുമാനം പോലും ഇപ്പോൾ ലഭിക്കാറില്ലെന്ന് ബസ് ഉടമകളും പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി മൂലം കേരളത്തിലെ ഒട്ടുമിക്ക ബസ്സുകളും നഷ്ടത്തിലാണ് ഓടുന്നത്. ഒട്ടുമിക്ക ബസ്സുകളും ജീഫാം കൊടുത്ത് കയറ്റിയിട്ടിരിക്കുന്നതാണ്. ആറ്റിങ്ങിലും 10-25 വണ്ടിയോളം ജീഫാം കൊടുത്തു കഴിഞ്ഞു. 1-ാം തീയതി മുതൽ സർവീസ് നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. സർക്കാർ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. കമ്മീഷൻ 45 ദിവസത്തിനകം അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അതുവരെ ഇത് പിടിച്ചു നിന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നഷ്ടം സഹിക്കാനാകാതെ പല ബസ്സുകളും ജീഫോം നൽകി സർവീസ് അവസാനിപ്പിക്കുകയാണ്. ആറ്റിങ്ങൽ മേഖലയിൽ മാത്രം 25ഓളം സ്വകാര്യ ബസ്സുകൾ ഇതിനോടകം ജീഫോം നൽകി സർവീസ് നിർത്തിവെച്ചു കഴിഞ്ഞു. ഈ മേഖലയിലെ പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കമ്മീഷന്റെ 45 ദിവസത്തെ കാലാവധി വരെ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി തങ്ങൾക്കില്ലെന്ന് ഉടമകൾ ചൂണ്ടിക്കാട്ടി. ജീവനക്കാരുടെ അഭ്യർത്ഥന മാനിച്ചു മാത്രമാണിപ്പോൾ സർവീസുകൾ തുടരുന്നത്. ഇതേ അവസ്ഥ തുടർന്നാൽ ഓണം വരെ മാത്രമേ സർവീസ് നടത്താൻ സാധിക്കൂ എന്നും അതിനുശേഷം സർവീസുകൾ പൂർണ്ണമായും നിർത്തേണ്ടി വരുമെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കുന്നു. ഓണമല്ലേ, ഓണമായതുകൊണ്ട് കയറ്റിയിട്ടൽ ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞതിൻ്റെ പേരിൽ എന്തായാലും ഓണം കഴിയുമ്പോൾ ഈ സർവീസുകളെല്ലാം നിലയ്ക്കും. അതിന് ഡീസലിന് ഇപ്പോൾ കൂടി. കാര്യം ഇവിടെ സൂപ്പർ ഫാസ്റ്റും ഒന്നുമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ലോക്കൽ സർവീസ് മാത്രം നടത്തുന്നതാണ് ആറ്റിങ്ങൽ. അർഹതപ്പെട്ടവർക്ക് യാത്രാനുകൂല്യം നൽകുന്നതിനോട് എതിർപ്പില്ലെന്നും എന്നാൽ പ്രിയദർശിനി പദ്ധതിക്ക് പ്രായപരിധിയും സഞ്ചരിക്കാനുള്ള ദൂരവും നിജപ്പെടുത്തണമെന്നുമാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് അനുകൂല തീരുമാനം എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.